പ്രേക മാസ്ക് ഒക്കെ വെച്ചിരിക്കും. അവിടെ സൈക്കിളുകൾ ഉണ്ട്. ഇവിടെ വണ്ടി ഒതുക്കാൻ സ്ഥലമില്ല. എവിടെ പോവാ? ഹലോ, ഹായ്, നമസ്കാരം. ഈറ്റ് ആൻഡ് ക്രൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ മാറി അൺലോക്കാണ്. ഇവിടെ കേസ് കുറഞ്ഞു. അപ്പോൾ കേസ് കുറഞ്ഞെന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് ഉടനെ ചാടി ഇറങ്ങുമൊന്നുമല്ല. അപ്പം എനിക്കും ഇനിയിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകണം. അപ്പം ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി. ഇവർ രണ്ടുപേരും വെളി ഇറങ്ങാതെ അതിനകത്ത് തന്നെ അടച്ചുമൂടി ഇരിക്കുക. അപ്പോൾ ജസ്റ്റ് വെളിയിലേക്ക് ഒരു ഡ്രൈവിന് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അതും വാങ്ങിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ വെളിയിലേക്കൊന്ന് ഇറങ്ങുകയാണ്. ശരിക്കും ഇവിടെ അൺലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് എത്രത്തോളം ഇനി എന്തെങ്കിലും റോഡിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തുവാണെന്നോ അറിയത്തില്ല. പ്രയാഗുണ്ട്. പ്രയാഗ് എവിടെ പോവാ? നമ്മൾ എവിടെ പോവാ? എവിടെ പോന്ന്? എവിടെ പോവാ? പ്രയാഗ് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാറുമ്പോൾ പ്രയാഗിന് കാറിൻ്റെ താക്കോൽ കാണുമ്പോൾ തന്നെ പ്രയാഗ് സന്തോഷമാവും. അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്നറിയും. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് എന്തായാലും മാർക്കറ്റിൽ പോയി കുറച്ച് മീനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രയാഗിനൊരു സൈക്കിൾ വാങ്ങിക്കണമെന്ന് കുറേ നാളുകൊണ്ട് ആലോചിക്കുന്നു. അപ്പോൾ പ്രയാഗാണെങ്കിൽ ചെറിയ കളിപ്പാട്ടങ്ങൾ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കയറി ഇരുന്നുള്ള കളിയും ബോളൊക്കെയാണ്. അപ്പോൾ അവിടെ കുറച്ച് വെളിയിലൊരു ബാൽക്കണി പോലുണ്ട്. അവിടെ ചവിട്ടി കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ പറ്റുവാന്നുണ്ടെങ്കിൽ പ്രയാഗിനൊരു സൈക്കിൾ നോക്കണം. പ്രയാഗൻ എന്ത് വാങ്ങിക്കുന്നേ? നമ്മൾ പ്രയാഗൻ എന്ത് വാങ്ങിക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്. സൈക്കിൾ വേണോ? അമ്മയ്ക്കാണോ പ്രയാഗനാണോ സൈക്കിൾ വാങ്ങിക്കുന്നേ? ആർക്കാ സൈക്കിൾ വാങ്ങിക്കുന്നേ? ഭാവിക്കാന്നോ? ഓക്കെ, നമുക്ക് സൈക്കിൾ വാങ്ങിക്കാം. എന്നാ ഹായ് പറ എല്ലാവരുടെ അടുത്തും. ഇങ്ങോട്ട് ഹായ് പറ. ഇങ്ങോട്ട് ഹായ് പറ. ഇങ്ങോട്ട് നോക്കി പറ ഹായ്. നമ്മളിങ്ങോട്ട് വന്നിട്ട് ഫ്രൂട്ട്സ് അവിടെയൊക്കെ പോലീസുകാർ വണ്ടി ഒതുക്കിയിട്ടിട്ട് ചെക്കിംഗ് ഉണ്ട്. കാരണം എനിക്ക് ആൾ കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആൾ കൂടി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം നമുക്ക് 5 മണി വരെയൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷെ റോഡിലൊക്കെ നല്ല രീതിയിൽ വണ്ടികളുണ്ട്. ആൾക്കാരെല്ലാം വെളി ഇറങ്ങും. കാരണം ആൾക്കാർക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത്. നമ്മൾ ഇറങ്ങുന്നത് അതുപോലെ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എല്ലാവരും വീട്ടിനകത്തൊക്കെ ഇരുന്ന ഒരു പരിധിവരൊക്കെ ഇവിടെ തന്നെ ഇപ്പം ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് 1.5 മാസമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. അതുപോലെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് വണ്ടി കൊണ്ടിട്ടിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. അത് കഴിഞ്ഞിട്ട് നൈട്രജനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നൈട്രജൻ കുറവാണെന്ന് ഡൗട്ടുണ്ട്. കാരണം നമ്മൾ നാട്ടിലോട്ട് പോയപ്പോഴും ഇടയ്ക്ക് വെച്ച് ബാക്ക് ടയറിന് നൈട്രജൻ നല്ല രീതിയിൽ കുറഞ്ഞായിരുന്നു. പഞ്ചർ വല്ലതും ഉണ്ടെന്ന് അന്ന് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പോയിട്ട് ഇപ്പോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പ്രേക മാസ്ക് ഒക്കെ വെച്ചിരിക്കും. അവിടെ സൈക്കിളുകൾ ഉണ്ട്. ഇവിടെ വണ്ടി ഒതുക്കാൻ സ്ഥലമില്ല. പിന്നെ എന്തായാലും ഇവിടെ നിന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സൈക്കിളിൻ്റെ കടകളെല്ലാം തുറന്നിട്ടുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോകാൻ കൊണ്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 2-3 ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. പാർട്ടീസ് നിൽപ്പുണ്ട്. ഇവിടെ ഒതുക്കിയിട്ട് പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട് 2 സൈഡിലും ഉണ്ട്. ഇവിടെയുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഫുള്ള് നല്ല മാർക്കറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കോവിഡ് ഒന്നും ഉണ്ടെന്നുള്ള വിചാരം ആർക്കും ഇല്ല. നല്ല രീതിയിൽ തിരക്കാണ്. നമ്മളിന്ന് ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കുന്നുണ്ടാണ് വന്നത്. ജസ്റ്റ് നമുക്ക് പ്രയാഗിന് ഏത് സൈസാണ് സ്യൂട്ടാവുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓൺലൈനിൽ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കും. പക്ഷേ ഓൺലൈനിൽ വാങ്ങിച്ച് സൈസ് കറക്റ്റല്ലേ പിന്നെ തിരിച്ചു കൊടുക്കണം. കണ്ടല്ലേ, ഇവിടെയൊക്കെ സൈക്കിൾ കടയിലൊക്കെ നല്ല രീതിയിൽ കിഡ്സ് ഓൺ വീലിലൊക്കെ നല്ല തിരക്കുണ്ട്. അതുപോലെ ഇവിടെയുണ്ട് കണ്ടോ, ഇവിടെ 2-3 എണ്ണം ഉണ്ട്. പ്രയാഗ നോക്കിയിരിക്കുക. പ്രയാഗിന് ഏത് സൈക്കിളാണ് വേണ്ടേ? ഇങ്ങോട്ട് നോക്കിയേ. ഏത് സൈക്കിളാണ് വേണ്ടേ? ഇങ്ങോട്ട് നോക്കിയേ. ഏത് സൈക്കിളാണ് വേണ്ടേ? ഏത് സൈക്കിൾ വേണം? എന്തായാലും ഒന്ന് പോയിട്ട് നോക്കാം. നോക്കിയിട്ട് സൈസ് എന്താ പ്രേൻ്റെ സൈസിനുള്ളത് ഏതാ സൈസ് നമ്പർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഓൺലൈനിലായാലും വാങ്ങിക്കാമല്ലോ. എന്തായാലും നോക്കിയിട്ട് വരാം. ഇതൊക്കെ പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 5025 രൂപ. ഹെർക്കുലീസിൻ്റെയാണ്, വലിയ സൈക്കിളാണ് കേട്ടോ. ലോക്ക്ഡൗൺ ആയിട്ട് വേണ്ട നല്ല രീതിയിൽ തിരക്കുണ്ട് സൈക്കിളൊക്കെ വാങ്ങിക്കാൻ. ഭാഗ്യം പ്രയാഗൂടെ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് റെഡിയായി നിൽക്കുക. ഇതൊക്കെ ഹിപ്പോ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. 4800 റേറ്റ്. ഇവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. കടയിൽ അത്യാവശ്യം തിരക്കുമുണ്ട്. പ്രേയന് അതൊക്കെ ഇഷ്ടപ്പെട്ടെന്നാ വന്നേ. ചവിട്ടി നോക്ക്, ഇത് ചവിട്ടി നോക്ക്.
ഇതിൽ കാലേ നോക്കാതെ എങ്ങനെ സൈക്കിൾ വാങ്ങിക്കുന്നേ? ഇത് ഈ സൈക്കിൾ എടുത്തു വെച്ചു. പക്ഷേ പ്രയാഗിന് ആ സൈക്കിളിൻ്റെ കാര്യം ഇഷ്ടപ്പെട്ടില്ല. പ്രയാഗിന് പെഡലിൽ ചവിട്ടി പരിചയമില്ലല്ലോ, ഒരു സമയം എടുക്കും. പ്രയാഗിന് അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെഡ് കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ റെഡ് കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ ഇതിൻ്റെ വലിയ വീല ഉണ്ടോ? കുറച്ച് വലിയ വീല, മാജിക് കാറാണ്. ഇതിൻ്റെ വലിയ വീലാണ്. ഇതിനടിയിൽ ഈ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെഡ് കളർ ഉണ്ടെങ്കിൽ ആ റെഡ് കളറിന് എടുക്കാം അല്ലേ? അത് യെല്ലോ കളറാണ്. ഇവിടെ കുറേ കളർ ഇരിപ്പുണ്ട്, കുറേ കളർ കോമ്പിനേഷൻ ഉണ്ട്. ചിലതിൻ്റെ ഈ ചെറിയ വീലുള്ളതാണ്. എന്നിപ്പോൾ അവർ ബ്ലാക്കും ബ്ലൂ എടുത്തിട്ട് വന്നു. റെഡ് നെയിമില്ല ഇത് രണ്ടും ഉള്ള നോക്കട്ടെ, ഏതെങ്കിലും എടുക്കാം. അല്ല, നമ്മളവിടെ നിന്ന് ഇറങ്ങി പ്രയാഗിന് അവിടെ ചെന്നപ്പോഴത്തേന് പ്രയാഗിന് സൈക്കിളും വേണ്ട, മാജിക് കാറും വേണ്ട. പ്രയാഗിന് മറ്റേ ബാറ്ററിയിൽ ഓടുന്ന 4x4 വീലറുടെ കാറ് മതി. അതില്ലാത്ത കടയിൽ കയറിയപ്പോൾ അവിടെ അവന് കയറണ്ട, നോന്ന് പറഞ്ഞ് കരയുക. ഒരു വേളം അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിറങ്ങി. ഒരു രക്ഷയില്ലാത്ത അടിയായിരുന്നു പ്രയാഗിനൊന്നും വേണ്ട. സൈക്കിൾ കടയിൽ കയറിയിട്ട് സൈക്കിളൊക്കെ വലിച്ച് അയ്യത്തെറിയുക. അവസാനം എന്തായാലും ഒരു മാജിക് കാറോ എന്ന സൈക്കിളാണെന്നൊക്കെ നമുക്ക് കാണാം. നമ്മൾ നല്ലൊരു വണ്ടി വാങ്ങിച്ച് എന്തായാലും ഇറങ്ങി ഞങ്ങൾ. ഇനിയും നേരെ സിറ്റിലോട്ട് പോകണം. നൈട്രജൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പെട്രോളും അടിച്ചിടണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ മാറി കേട്ടോ. ലോക്ക്ഡൗൺ എല്ലാം മാറി. ഇന്നും കൂടെ ഉള്ളൂ റെസ്ട്രിക്ഷൻസ്. നാളത്തൊട്ട് വലിയ റെസ്ട്രിക്ഷൻസ് പോലും ഇല്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ. കാരണം ഞാനിപ്പോൾ കടയിലും ചോദിച്ചതാ, നിങ്ങൾ ഈ ബോർഡൊക്കെ വെച്ചിട്ടേ മാസ്ക് ഇല്ലാതെ എൻട്രി ചെയ്യിക്കത്തില്ല എന്നൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആൾക്കാരും കയറത്തില്ല. ആൾക്കാർ ജസ്റ്റ് കടയിലൊക്കെ കയറാൻ നേരം ആൾക്കാരെ കാണുമ്പോൾ മാത്രം കഴുത്തിക്കൊണ്ടിട്ടേക്കുന്ന ടവൽ പിടിച്ചിട്ട് മുഖത്തോട്ട് വയ്ക്കും. മുഖത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് കയറുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാസ്ക് സ്ട്രിക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ കടക്കാരും കൂടെ എല്ലാവരും പബ്ലിക്കായിട്ടുള്ള ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെല്ലാവരും നല്ല രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബിസിനസ് നടക്കും. ഈ അസുഖത്തെ നല്ല രീതിയിൽ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാനും പറ്റും. ഇത് കണ്ടോ, ശരിക്കും ഇത് ഈ മുകളിലൂടെ പോകുന്നത് ശരിക്കും നമുക്ക് പെട്ടെന്ന് കണ്ട മെട്രോ ആയെന്ന് തോന്നുന്നു. പക്ഷെ മെട്രോ അല്ല, ഇത് ശരിക്കും ഫുട് ഓവർ ബ്രിഡ്ജാണ്. പക്ഷേ ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലൊന്നും അല്ല. ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ പണിയൊക്കെ നിർത്തി വെച്ചായിരുന്നു. ഇത് ഞാനിവിടെ ജോയിൻ ചെയ്യാനൊക്കെ വരുന്നതിന് മുമ്പ്, നമ്മൾ റായ്പൂരൊക്കെ വരുന്നതിന് ഒരുപാട് നാൾ മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് കണ്ട് ഇത് നിർത്തലാക്കി എന്നങ്ങാണ്ടാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഈ ട്രാഫിക്കിന് തിരക്കില്ലാതെ കാൽനടക്ക് യാത്രക്കാർക്ക് ഇതിൻ്റെ മുകളിലൂടെ നടന്നു പോകാം. ഞാൻ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ നോക്കി എല്ലാം ഫുള്ള് ലിച്ചിയുടെ സീസണാണ്. ഓക്കെ, ബാക്ക് സൈഡിൽ നോക്കി ഉണ്ടോ, ലിച്ചി അടിക്കി വെച്ചേക്കാം. സ്ട്രോബെറി കണക്കല്ലേ ഇരിക്കുന്നത് അല്ലേ? ഈ നേരത്തെ എന്തുവാന്ന് ചോദിച്ചേ? ഈ നേരത്തെ വേണ്ട എന്തുവാന്ന് ചോദിച്ചേ? സ്ട്രോബെറി ആണെന്നോ? സ്ട്രോബെറി ആണെന്നല്ലേ ചോദിച്ചേ? പ്രയൊക്കെ എന്ത് ചൂണ്ടിക്കാണിച്ചായിരുന്നല്ലോ. നമ്മൾ മീൻ വാങ്ങിക്കാൻ പോയി നോക്കിയായിരുന്നു. പക്ഷേ നമ്മുടെ പുഴമീൻ മാത്രമേ ഉള്ളൂ, കടമത്സ്യമൊന്നും വരുന്നില്ല. അതിപ്പം നാളെ ചിലപ്പോൾ വരുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നാളെ ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മൾ ശരിക്കും നമ്മൾ ഇപ്പം എവിടെയാണ്? നമ്മുടെ റായ്പൂരിൻ്റെ മറൈൻ ഡ്രൈവിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെളിയിലൊന്നും ഇറങ്ങുന്നില്ല. ജസ്റ്റ് നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ ക്ലാസ് ആദ്യമായിട്ട് അവരുടെ അടുത്ത് മീനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല, നാളെ വന്ന് തിരക്ക്, നാളത്തേക്കെല്ലാം വരുമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ചെറിയ മിനി പാർക്ക് പോലൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇവിടെ ഈ പാർക്കിൽ ആ കാണുന്നുണ്ടോ, കുറച്ച് മുമ്പോട്ട് നോക്കി, അത് ശരിക്കും സൂര്യ നമസ്കാരത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് കണ്ടോ. ആൻഡ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇത് സൂര്യ നമസ്കാരത്തിൻ്റെ ഇതാണ്. അത് കാണുകയാണെങ്കിൽ കാണിക്കും. ഹലോ, നമ്മൾ വീട്ടിലെത്തി കടയിൽ കയറിയോണ്ട് വന്ന് കുളിച്ചിട്ട് വണ്ടിയെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു മാജിക് കാർ വാങ്ങിച്ചു. പ്രയാഗിനാണ് മാജിക് കാർ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയാണ്. ഞാനല്ലേ മ്യൂസിക് കേൾക്കുന്നില്ലേ, ഇപ്പോഴേ ആശാൻ തുടങ്ങി പരിപാടി.
അപ്പോൾ അവിടെ ചെന്ന് സൈക്കിള് നോക്കിയപ്പോൾ അവന് പെഡലിൽ കാലെത്താത്തതുകൊണ്ട് അപ്പോൾ അവനത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് കുറച്ച് ട്രെയിൻ ചെയ്താൽ ഇഷ്ടപ്പെടും. അപ്പോൾ അത് കുറച്ച് നാൾ 2-3 മാസം കഴിഞ്ഞ് നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, ഒന്നുകൂടെ നോക്കിയിട്ട്. ഇപ്പോൾ അവൻ ഇതാ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇതാ ഇപ്പോൾ ആശാനോടെ കയറി ഇരിക്കുക. അപ്പോൾ മാജിക് കാർ അൺബോക്സ് ചെയ്യാൻ ബോക്സിലൊന്നുമില്ല. എന്തായാലും അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, അതിൽ നിന്ന് എടുക്കുന്നത് നമുക്കൊന്ന് കാണാം. എന്തോ വാങ്ങിച്ചേ? ആരുടെ കവറൊക്കെ കറക്റ്റാണോ? ഇത് ആർക്കാ വാങ്ങിച്ചേ? എന്റെയാ? ഇതാർക്കാ വാങ്ങിച്ചേ? അമ്മയാണോ അമ്മയ്ക്കാണോ? ഇതാർക്കാ വാങ്ങിച്ചേ? ഇതാരുടെയാ? ഞാൻ മുളിക്കണം. ഇല്ലോണം മുളിക്കണം. ആർക്കാ നോക്കാൻ പോകും? നമുക്ക് തുറക്കാം. ഭാവിയുടെ സൈക്കിൾ വേണ്ടെന്ന് പറഞ്ഞ് ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാണോ ഇഷ്ടപ്പെട്ടെ? എന്തോ ഇതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേരെന്തുവാ? മാജിക് കാർ. എന്തോ സ്പോർട്സ് കാർ. അങ്ങനെ പ്രയാഗ നമ്മുടെ കാർ അൺബോക്സിംഗ് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്തോണ്ടിരിക്കുക. പ്രയാഗ എല്ലാ പരിപാടിയും പറയാം. ഇങ്ങനല്ലേ ഇൻസ്റ്റോൾ ചെയ്യുന്നത്? ഇതിവിടെ വെക്കണം. ഇവിടെ ഇറക്കി പ്രയാഗ ഇൻസ്റ്റലേഷൻ ചെയ്തോണ്ടിരിക്കുക. അപ്പം ഇതാണ് നമ്മൾ പ്രയാഗ വാങ്ങിച്ച മാജിക് കാർ, സ്പോർട്സ് കാർ. മാജിക് കാർ. ഹായ് പറ, അമ്മേക്ക് ഹായ് പറ. ബൈ. എവിടെ പോവാ? എവിടെ പോകുന്നത് പ്രയാഗ്? ഒരു ഹായ് പറയോ അച്ഛന്? ഒരു ഹായ് പറയോ? ആക്സിഡന്റ്. എന്ത് പറ്റിയ മോനെ? ബ്രേക്ക് ഒന്നാണ് ചോദിക്കട്ടെ അച്ഛൻ, വണ്ടി കൊള്ളാമോ? ഇങ്ങനെ സൂപ്പറാന്ന് പറ പ്രേഗെ, സൂപ്പർ. ഇത് നമ്മളിങ്ങനെ കൈവച്ച് അനക്കി ഇങ്ങനെ പോകേണ്ട ഇതാണ്. അപ്പോൾ പ്രയാഗ് ഇത് തിരിച്ച് വണ്ടി നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചപ്പെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മറിഞ്ഞു പോയി. അപ്പോൾ ആശാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് ഇപ്പം കയറുന്നില്ല. നോക്കട്ടെ എന്തായാലും. പിന്നെയും പ്രയാഗ് കയറിയിട്ടുണ്ട്. ചോദിക്കട്ടെ. അങ്ങനെ ആക്കി പോ, നോക്കട്ടെ. പുറകോട്ടല്ലേ, മുമ്പോട്ട് പോ. എവിടെ പോന്ന്? ഇങ്ങോട്ട് എവിടെ പോന്ന്? അവിടെ പോവാ. ഓക്കെ ബൈ, ടാറ്റ. ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. വീടിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കൂളർ AC ഇല്ലാതെ നമുക്ക് റൂമിനകത്ത് നിൽക്കാനേ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഉച്ച സമയത്ത് പോയ എന്താണെന്ന് വെച്ചാൽ പ്രയാഗിന് ഇതുപോലെ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി തന്നെ പോയത്. അപ്പം അഥവാ ഇൻ കേസിൽ നമ്മുടെ അളവൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്കാർ കുറവ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു രക്ഷയില്ല, ആൾക്കാർക്ക് ഒരു രക്ഷയില്ലാത്ത ആൾക്കാരായിരുന്നു. നമുക്ക് അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ. കാരണം ഈ അൺലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾക്കാരെല്ലാവരും വെളിയിറങ്ങുന്ന സമയമായിരുന്നു. ഉച്ച സമയമായിട്ട് ഒരു 2 മണി സമയമായതിനൊക്കെ പോലും കടയിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒഴിഞ്ഞൊരു കട കണ്ടിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ ഈ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്നപ്പോൾ ശരിക്കും പ്രയാഗിന് സൈക്കിളിൽ പെഡൽ കാലെത്തുന്നുണ്ട്, ചവിട്ടാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈസൊക്കെ മനസ്സിലായി, അവൻ ഏത് സൈസുള്ള സൈക്കിളാണ് വേണ്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ പക്ഷേ നമ്മൾ സൈക്കിൾ എന്താ വാങ്ങിക്കാന്ന് വെച്ചാൽ അവൻ ഈ മാജിക് കാർ വേണമെന്ന് പറഞ്ഞിട്ട് വേളമായിരുന്നു. അപ്പോൾ മാജിക് കാർ അവൻ നേരത്തെ ഇതുപോലെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ആശ അതിന് ഇറങ്ങാതെ തന്നെ കളിച്ചോണ്ടിരിക്കുക. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ, നമ്മൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് റായ്പൂർ വന്നിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ചെറിയൊരു വീഡിയോ. കണ്ടില്ലേ, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുക, കണ്ടില്ലേ? വേണ്ട പ്രയാഗേ, കാർ കൊള്ളാമോ? കാർ കൊള്ളാമോ?
കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? വാവയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ആ കാർ ഇഷ്ടപ്പെട്ടോ? പറ. ഇങ്ങോട്ട് നോക്ക്. കാർ ഇഷ്ടപ്പെട്ടോ പറ. സൂപ്പർ. ആരാ വാങ്ങിച്ചു തന്ന കാറ്? ആര് വാങ്ങിച്ചു തന്ന കാറ്? അമ്മയുടെ കാറാണോ വാവ ഇത്? വാവ കാറാണോ? അമ്മ പറഞ്ഞു അമ്മയുടെ കാറാണോ? അയ്യോ, എൻ്റെ കാറാ, എൻ്റെ കാറാ. ഇനിതാ എൻ്റെ കാറാ. എനിക്ക് വേണം കാറ്. എനിക്ക് വേണം കാറ്. എൻ്റെ കാറാ. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗണും ഇതുപോലെ കൊറോണയുടെ ഇതായതുകൊണ്ട് വേറെ ഇങ്ങൊന്നും ട്രാവൽ ചെയ്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. കൊറോണയുടെ ഇതായതുകൊണ്ട് വേറെ വീഡിയോസൊന്നും അധികം എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം നല്ല റായ്പൂരിലുള്ള നല്ല ഫുഡ് വ്ളോഗുകളോ അതുപോലെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളോ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോകൾ ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് ഇനി കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.